ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ മുരുകൻ്റെ പേര് കേട്ട തിരുമല കോവിലിൽ. ഈ യാത്രയിൽ ക്ഷേത്ര മനോഹര കാഴ്ചകളും യാത്രയുടെ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവച്ചൊരു യാത്ര. ഞാൻ ജിജോ ബാബു. ഒരു കിടലിൻ യാത്രയ്ക്ക് നിങ്ങൾ സ്വാഗതം. ഞാൻ രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചത്. ഇപ്പം ഏതാണ്ട് 10 മണി കഴിഞ്ഞു, 10:30 ഇപ്പം നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തമിഴ്നാട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പം പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ കണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഗറില്ലയായിട്ട് ഒരു ലോങ് റൈഡ്, വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇവനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് വഴയില വഴിയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. വഴയിലയിൽ നിന്ന് വട്ടപ്പാറ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ഷോറൂം വരെ ഒന്ന് കയറേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കിളിമാനൂരാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുവഴി പോയിട്ട് അങ്ങനെ ഒന്ന് കയറിയിട്ട് പോവാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ഇവിടെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വെഞ്ഞാറമൂടിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഒരു ബിരിയാണി, ഏതാണ്ട് 11 മണി ആയുള്ളൂ കേട്ടോ, പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇറങ്ങി. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ യാത്ര പോകുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയുള്ള റൈഡ് കുറച്ച് ഫോറസ്റ്റിലൂടെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു തെന്മലയ്ക്കുള്ളൊരു യാത്രയിലാണ്. അപ്പം തെന്മല ഇത് കുളത്തൂപ്പുഴ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ വളരെ എന്താ പറയുക, ആ പച്ചപ്പും ആ മഴയൊക്കെ പെയ്ത് നിന്നിട്ടുള്ള ആ ഒരു പച്ചപ്പും ഇതുവഴി കൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ വണ്ടി ആസ്വദിച്ച് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ ഇനി പോകുന്നത് കുളത്തൂപ്പുഴ, തെന്മല, അങ്ങനെയാണ് നമുക്കിനി പോകാനുള്ളത്. അവിടുന്ന് വരുന്ന വഴിക്ക് ഞാനൊന്ന് വണ്ടി സൈഡിലേക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത സ്ഥലം നമ്മുടെ കുളത്തൂപ്പുഴയിലെ ഡാലി എന്ന് പറയുന്ന സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേരൊക്കെ വെറൈറ്റിയാണ്. ഡാലി എന്ന് പറയുന്ന സ്ഥലവും അതുകൊണ്ടൊക്കെ ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ രസം. ഈ റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് തേക്കുമരമാണ്. അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴ അമ്പലമൊക്കെ, ബാലശാസ്ത്ര അമ്പലം ഒരു പ്രശസ്തമായ അമ്പലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴയിലേക്കുള്ള ഒരു എൻട്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴ എത്തി. അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴ കഴിഞ്ഞ് നമ്മൾ തെന്മലയിലോട്ടുള്ളതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ തെന്മലയിലോട്ടുള്ള പോക്കിലാണ്. അപ്പം തെന്മലയിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലും കുറേ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വള്ളംവെട്ടി അമ്പലം എന്നൊക്കെ പറയും. അപ്പോൾ അതിലൂടെയുള്ള യാത്രയിലാണ് ഈ ചുറ്റും കാണുന്നതും. ഇതിലൂടെയൊക്കെ കുറേ ആൾത്താമസങ്ങളില്ല ഈ സ്ഥലങ്ങളിലൊന്നും. കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് മാത്രമേ ആൾത്താമസങ്ങൾ മറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വള്ളംവെട്ടി അമ്പലം എന്നൊക്കെ പറയുന്നത്, അതാണ്ട് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ചില സമയങ്ങളിൽ കുരങ്ങന്മാരും ഒക്കെ ഇഷ്ടം പോലെ കാണും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വള്ളംവെട്ടി അമ്പലം വരുന്നത്. ഇതുവഴി കൂടെ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ പോകുന്നത് അത്ര സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിലും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ ലോറികളോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ അതുവഴി വന്നാലേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടെന്നായിട്ട് എനിക്കറിയില്ല. എങ്കിലും വളരെ നല്ല സ്ഥലമാണ്. ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലങ്ങളാണ്. ആ ഒരു വ്യൂ ഒക്കെ കാണാം. മലയുടെ മുകളിലോട്ടുള്ള ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര രസമാണ്. നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ. എൻ്റെ ഞാനൊരു മൊബൈൽ ക്യാമറ തന്നെയാണ് ഇതെല്ലാം പകർത്തുന്നത്.
അപ്പോൾ ഗോപ്രോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഒരു മോട്ടോറോളയുടെ ഫോൺ വെച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ എടുത്തേക്കുവാണ്. വേറെ എൻ്റെ കയ്യിൽ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡാമിൻ്റെ ഏരിയ പോണക്കുള്ള ഏരിയയൊക്കെ കാണാം. തെന്മലയ്ക്ക് അടുത്തുള്ള ഒരു ഡാം, അവിടെ ഒരു ജലസംഭരണി പോണൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ജലസംഭരണി എന്ന് പറയുമ്പം ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം പോകുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ്. ഇപ്പോൾ അവിടെ പാസ്സൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ അവിടെ പാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു, ഫ്രീ ആയിട്ട് കയറി പോകായിരുന്നു. ഇപ്പോൾ അവിടെ ആളുകൾ ആയപ്പോഴത്തേക്ക് അവിടെ പാസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലാണ്, ആ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു എൻട്രി ഒക്കെ വരുന്നത്. അവിടെ കുറച്ച് കാറൊക്കെ കിടക്കുന്ന കാണാൻ നിങ്ങൾക്ക്. അപ്പം ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജലസംഭരണി വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ എൻട്രി വേണം കേട്ടോ. അപ്പം എൻട്രി ഫീസൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കയറുന്നില്ല. നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്കുള്ള പോക്കിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ വിട്ടുവിടുകയാണ്. അപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡാമിൻ്റെ ഏരിയയാണ്, അതായത് തെന്മല ഡാം എന്നുള്ളതിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മളിനി അടുത്ത് പോകുന്നത്. അപ്പോൾ ഇതുവഴി ഡയറക്റ്റ് പോകുമ്പോഴത്തേക്കും ഈ ഒരു കയറ്റം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇറങ്ങി ചെല്ലുന്നത്, ആ ഇറക്കം നിൽക്കുന്നത് തെന്മല ഡാമിൻ്റെ സൈഡിലാണ്. ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വ്യൂ കണ്ടോ, എന്ത് രസമാണല്ലേ. ഈ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഒരു തളിരിലയല്ലേ, ആ ഒരു പച്ചപ്പൊക്കെ, അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ആ ഒരു ലുക്ക് വേറെ ഒന്നാണ്. അങ്ങനെ ഓരോ നിമിഷവും വളരെ വളരെ നല്ലതാക്കിക്കൊണ്ട് കാട്ടിലൂടെയുള്ള ഒരു യാത്ര, നമുക്ക് റോഡിലൂടെ കിട്ടുന്ന ഒരു യാത്ര എന്ന് തന്നെ പറയാം, അഡ്വഞ്ചർ ഇല്ലാതെ. അങ്ങനെ നമ്മൾ തെന്മല എത്തിയിട്ടുണ്ട്. തെന്മലയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട്, പാലത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ തെന്മല എത്തിയ ശേഷം നമുക്ക് നേരെ തമിഴ്നാടാണ് പോകേണ്ടത്. നമ്മളിവിടെ കയറുന്നില്ല. ഇവിടെ നടക്കണമൊക്കെ ഇഷ്ടമുള്ളതെങ്കിൽ ഇതിൽ പാസ് എടുത്തിട്ട് ഇവിടെ കയറാന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ തെന്മല ഡാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തെന്മല ഡാം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇപ്പം ഷട്ടർ ക്ലോസ് ആണ്, അതുകൊണ്ട് വെള്ളമൊന്നും വരുന്നില്ല. അങ്ങനെ ഇവിടുന്ന് നേരെ ഇനിയും ഡാം ജംഗ്ഷനിൽ നിന്നാണ്, ഇത് തെന്മല ഡാം ജംഗ്ഷനാണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലം. ഇവിടെ ഇറിഗേഷൻ പ്രോജക്റ്റൊക്കെ ഉണ്ട് അകത്തോട്ട് കയറി പോവുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഇവിടെ നിന്നും കയറാതെ ഇവിടെ നേരെ അടുത്ത തെന്മല ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഡാമിൽ നിന്ന് തെന്മല ജംഗ്ഷനിലോട്ട് പോകാനുള്ള റോഡിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന മൊത്തവും വീടുകളോ കാര്യങ്ങളോ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സൈഡിൽ ആ ഡാം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തെന്മലയിലോട്ട് ജംഗ്ഷൻ അടുപ്പിച്ചെത്തുന്നതിനും വരെ വേറെ വീടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇതുകൊണ്ടൊക്കെയുള്ള അഡ്വഞ്ചർ സോണോ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്നും നമ്മളിപ്പോൾ കയറുന്നില്ല. ഇവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കയറണമെങ്കിൽ നമുക്ക് പാസ് എടുത്ത് ഇവിടെ നിന്ന് കയറാവുന്നേ ഉള്ളൂ. ഈ ബസ്സൊക്കെ കിടക്കുന്നില്ലേ, ഇവിടെയൊക്കെ ഈ റൈറ്റ് സൈഡിലൊക്കെ അഡ്വഞ്ചർ സോൺ, അത് നമ്മുടെ പാർക്കും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. കോറിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു തെന്മലയിൽ ഒരു മിനി എസ് വളവുകളൊക്കെ ഉള്ള ഒരു കർവിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു വളവാണ്. ഇവിടെ കൂടുതലും അപകടങ്ങളൊക്കെ പണ്ട് ഒരുപാട് സംഭവിക്കുന്ന ഒരു വളവായിരുന്നു. വണ്ടികൾക്ക്, വലിയ ലോറികളും മറ്റുകളെയാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴോട്ട് നല്ല ഇറക്കമാണ്. അപ്പോൾ ഇറങ്ങി വരുന്ന വണ്ടിക്ക് ചിലപ്പം എയറില്ലാതെ വന്ന വിഷയങ്ങളായി വണ്ടി കുറേ താഴെ പോയിട്ടുണ്ട്. കൂടുതലും മീൻ വണ്ടികളും അങ്ങനെയൊക്കെ ഒരുപാട് വണ്ടി ആക്സിഡൻറ്റ്. അതിന് ശേഷമാണ് ഈ ഒരു ബാരിക്കേഡും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ വന്നത്.
അപ്പോൾ ഇപ്പോഴും അതുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷം മുന്നേ വരെ. ഇപ്പം കുറച്ച് സ്ട്രോങ് ആയിട്ട് ആ റൈറ്റ് സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട്. നേരത്തെ അല്ലാതെ ഒരു പൈപ്പ് വെച്ചിട്ടുള്ള ആ ഒരു ബാരിക്കേഡൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെ തെന്മലയിലോട്ടുള്ള യാത്രയിൽ കുറച്ചുകൂടി ദൂരം കൂടെ ചെന്നാൽ തെന്മലയിലേക്ക് എത്തുന്നത്. ഇവിടെ കൂടുതലും ജീപ്പ് സർവീസാണ് ഉണ്ടത്. നമ്മുടെ KSRTC ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ ഓട്ടത്തിനൊക്കെ കൂടുതലും ജീപ്പ് സർവീസസ് ഉണ്ട്. ഇവിടെ ട്രിപ്പ് അടിക്കുന്ന ജീപ്പുകളൊക്കെ ഉണ്ട്. കുളത്തൂപ്പുഴ, തെന്മല, പുനലൂർ ഇങ്ങനെയൊക്കെ പോകുന്ന കുറേ ഇതുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ തെന്മലയിലോട്ടുള്ള പോക്കിലാണ്. തെന്മലയിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ തെന്മല എത്തിയിട്ടുണ്ട്. തെന്മലയിലെ സ്ഥലങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇതുവഴി കുറേ സ്ഥലങ്ങളുണ്ട് തെന്മലയിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് ഒരു മെയിൻ ടൗൺ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് പഴയ ഒരു പോലീസ് സ്റ്റേഷൻ ഇരുന്നായിരുന്നു ലെഫ്റ്റ് സൈഡ്. അതൊക്കെ മാറ്റി ഇപ്പോൾ ഡാമിലോട്ടാക്കിയിട്ടുണ്ട്. ഇതാണ് തെന്മല ജംഗ്ഷൻ, ഇവിടെയാണ്. ഇത് തെന്മല ഡിപ്പോ സൈഡാണ്. ഇവിടെ പണ്ട് തടിയൊക്കെ ലേലം വിളിച്ച് പട്ടിക്കുട്ടി ഉമ്മാരിപ്പോന്ന് ചാടിയനെ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരെ ആര്യങ്കാവ് റൂട്ടിലോട്ടാണ്. അപ്പം തെന്മല അത് കഴിഞ്ഞൊരു കടുതുരുട്ടിയുണ്ട്. കടുതുരുട്ടി ശേഷം എടപ്പാളയം, ആര്യങ്കാവ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തമിഴ്നാട് അതിർത്തിയിലോട്ടുള്ള ഒരു ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ ആര്യങ്കാവിന് ശേഷം കൊട്ടവാസൽ എന്ന് പറയുന്ന സ്ഥലം എത്തുമ്പോഴത്തേക്കാണ്. അതായത് നമ്മുടെ ആ എസ് വളവ് ആ ഒരു സൈഡ് എത്തുമ്പോഴത്തേക്കാണ് ഒരു തമിഴ്നാട് ബോർഡർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തെന്മലയിൽ ആ ഒരു സ്ഥലത്തെത്തിയെങ്കിലും ഈ ഒരു റൈറ്റ് സൈഡിലൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര രസമായിട്ടുള്ള ഏരിയസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ആ ഒരു റൈറ്റ് സൈഡ് നിങ്ങൾക്കിപ്പോൾ റോഡിൽ കൂടെ പോകുന്നുണ്ട് കാണുന്നില്ലായിരിക്കും. അപ്പോൾ ഞാൻ അതിലോട്ടൊന്ന് വണ്ടി ഒന്ന് ഇറക്കി കാണിക്കാം. റൈറ്റ് സൈഡിൽ ആണ് റൈറ്റ് സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുവഴി കൂടെ നമുക്കിറങ്ങാം. ഈ ഒരു റൈറ്റ് സൈഡിൽ കൂടെ തന്നെ നമുക്കിവിടെ ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ ക്രോസ് ചെയ്യാൻ. അപ്പോൾ ക്രോസ് ചെയ്ത് നമ്മൾ ഈ ഒരു സൈഡ് ഇവിടെ ഇതുവഴി പോയിട്ടുള്ള മിക്കവാർക്കും അറിയാമായിരിക്കും. ഈ ഒരു സ്ഥലം കാണാൻ നല്ല രസമാണ്. ഇവിടെ ഒരു ചെറിയൊരു കിണർ, ഒരു പഞ്ചായത്ത് കിണർ ഉണ്ട്. അപ്പോൾ ഈ ഒരു മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ ചെന്ന സമയത്തൊന്നും മഴ ഒരു ക്ലൗഡി മൂടാണെന്നുണ്ടെങ്കിലും പക്ഷേ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു പോച്ചയൊക്കെ കണ്ട് നല്ല രസമുണ്ട്. ആ പോച്ചയൊക്കെ കാണാൻ ആ ഒരു എല്ലാം എന്താ പറയുക, എല്ലാം ഒരു പച്ച കളറായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം. അപ്പം ഇതൊക്കെ തടി ഡിപ്പോകളാണ്. അങ്ങനെ ഞാൻ അവിടെ നിർത്തിയപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു. എനിക്കൊന്ന് മധുരൈ ട്രെയിനാണെന്ന് തോന്നുന്നു. ഇത് വലിയ ട്രെയിനാണ് കേട്ടോ, ഒരുപാട് പോയിക്കുള്ള വലിയ ട്രെയിൻ. അപ്പോൾ നമ്മുടെ ബൈക്കും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിനെ പിടിച്ച് നിർത്തിയിട്ട് നമുക്ക് എന്തായാലും നല്ല വ്യൂ കിട്ടി. അങ്ങനെ കുറച്ച് പുതിയ വണ്ടിയല്ലേ, അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ള രീതിയിലായി. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തില്ലല്ലോ, പുതിയ ബൈക്ക് ആയതുകൊണ്ട് നമ്മൾ 1-2 വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്കൂടെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചു, അങ്ങ് നടന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. ഇനി നേരെ കഴുതുരുട്ടി പോകുന്ന വഴിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കഴുതുരുട്ടിക്ക് പോകുന്ന വഴിയുള്ള MSL എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പണ്ടൊക്കെ ഇവിടെ നാരോ റോഡായിരുന്നു, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. കണ്ടോ, നമ്മളന്ന് നേരത്തെ നമ്മൾ ആ ഒരു കണ്ട ട്രെയിനാണ് ഈ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പാലരുവി ഉണ്ട്, ഇവിടെ ആര്യങ്കാവ് എത്താറ്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്, പഴയ ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇതൊക്കെ, ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അപ്പം ഇപ്പോഴത് വലുതായിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോകുക. ഇതിപ്പോൾ ആര്യങ്കാവ് ജംഗ്ഷനാണ്. ഇപ്പോൾ ആര്യങ്കാവ് ജംഗ്ഷൻ പണ്ടൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. ബസ്സൊക്കെ കിട്ടുമ്പോൾ ലോറിക്കൊക്കെ കൈയണിച്ചായിരുന്നു പണ്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ നമ്മൾ വരാറുണ്ടായിരുന്നു മിക്കപ്പോഴും.
ബസ്സൊക്കെ ഇവിടെ ആയിരുന്നു നമ്മൾ പണ്ട് കൊണ്ട് നിർത്തിയിടുന്നത്. നമ്മളിവിടെ വന്ന കാര്യം പണ്ട് ബസ്സൊക്കെ വന്ന് കയറുന്നത്. ഇത് പഴയ ഒരു നൊസ്റ്റുമാണ്. അതൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു നൊസ്റ്റു ആയിരുന്നു. ഇവിടെയൊക്കെ വന്നായിരുന്നു ആ ബസ്സൊക്കെ തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കയറുമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് ഭയങ്കര ലോട്ടറി കച്ചവടമാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലിപ്പോൾ ലോട്ടറി കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ വന്ന് ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. അപ്പം ഇവിടെ ഒരു ഏരിയ മൊത്തം ലോട്ടറി കച്ചവടം. അതുകൊണ്ട് ചെക്ക് പോസ്റ്റ്, മുകളിലത്തെ ചെക്ക് പോസ്റ്റ്, താഴത്തെ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ വന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം അറിയാമല്ലോ കണ്ടോ. ഇപ്പം ഇനി തമിഴ്നാട്ടിലോട്ട് കയറുന്ന വ്യൂവിലാണ്. ഇനി കൂടുതൽ ലോറികളും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്കുകളും കാര്യങ്ങളും എല്ലാം ഇതുവഴി തന്നെയാണ് വരുന്നത് കൂടുതലും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കുറേ മലയും കുന്നും ഒക്കെ കാണുന്ന ഒരു സ്ഥലത്തിലേക്കായിരിക്കും ഇപ്പോൾ കയറി ചെല്ലുന്നത്. ഇനി നമ്മൾ ആ തമിഴ്നാട് അതിർത്തിയിൽ, അതായത് കോട്ടവാസലിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയും ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കുറച്ചും കൂടെ മുകളിലോട്ടാകുമ്പോഴത്തേക്ക് ഉണ്ട്. അതായത് ആ കോട്ടവാസലിലെ ജംഗ്ഷനിലെത്താനാകുമ്പോഴത്തേക്ക് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് കോട്ടവാസലെത്തി. ഇനിയിപ്പം നമ്മൾ നേരെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനിയിപ്പം തമിഴ്നാടിലോട്ടാണ് അടുത്ത കിടക്കുന്നത്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടോ, തമിഴ്നാട് എത്തിയപ്പോഴത്തേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെ കണ്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മഴയൊക്കെ കുറവാണ് ഈ തമിഴ്നാട്ടിൽ. ഇപ്പം കേരളത്തിൽ മഴ നല്ല പെയ്യെങ്കിൽ പോലും അവിടെ ചെറിയ ചാറ്റിലൊക്കെയാണ് മിക്കപ്പോഴും അടിക്കുന്നത്. ഈ ഒരു അതിർത്തിയിലൊക്കെയാണ് മിക്കപ്പോഴും മഴ കാണുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം ഇവിടുത്തെ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത്. ആ ദൂരെ കാണുന്നതാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ കൂടെയാണ് ചെറിയ വണ്ടികളൊക്കെ അതിലൂടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇതെല്ലാം ഈ വിൻഡ് മില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ സൈഡുകളിലെല്ലാം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കാഴ്ചകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്നൊന്നും അറിയില്ല. ചെറിയ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം ചെറുതായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ വരുന്നത് എസ് വളവ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു വളവാണ് എസ് വളവ്. എസ് പോണക്കാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഇട്ടേക്കുന്നത്. പിന്നെ അതിലേക്കുള്ള ഒരു യാത്രയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ എസ് വളവിൽ എത്തിയിട്ടുണ്ട്. ഒരു താഴെ നിന്ന് ഒരു ലോറി കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് മുകളിലത്തെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവിടെ വണ്ടി പോകുന്നത് എസ് വളവിൽ. വേറെ പോലീസോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതൽ ഇപ്പോൾ ഇവിടേക്കൂടെ ഓടുന്നത് ട്രെയിലറാണ് കേട്ടോ. ടിപ്പറാണ് വണ്ടികൾ കൂടുതൽ ഓടുന്നത്. പിന്നെ സിമെൻറ്റ് വണ്ടികളും എല്ലാം ഉണ്ട്. ഇതാണ് എസ് വളവ് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിലെ ഓരോ സ്ഥലങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറിയ സ്ഥലങ്ങളാണ്. അവിടുത്തെ കൃഷി ചെയ്യുന്നുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഓരോ മലകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. ഇതൊക്കെ കൃഷിയിടങ്ങളാണ് കേട്ടോ താഴെയൊക്കെ. അങ്ങനെ തമിഴ്നാട് അടുക്കുന്തോറും നമുക്ക് കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറേ മലകളും ഇങ്ങനെ ദൂരെയായിട്ട് കാണുന്നത് എന്ത് രസമാണല്ലേ ഇവിടെ എല്ലാം കാണാൻ. ആ മേഘങ്ങളൊക്കെ താഴോട്ട് മലയിലോട്ട് മുട്ടി വന്ന് നിൽക്കുന്നതിൻ്റെ കൂട്ടല്ലേ നിൽക്കുന്നത്. എന്ത് രസമാണല്ലേ. ഇവിടെ കുറേ കച്ചവടവും ചക്ക മാങ്ങ അങ്ങനെയൊക്കെ റൈറ്റ് സൈഡിലൊക്കെ കാണാം കേട്ടോ. കുറേ പേര് ഇവിടെ വണ്ടിയൊക്കെ നിർത്തുന്നുണ്ട്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രാക്ടറൊക്കെ വെച്ചിട്ട് ഉഴുതിട്ടേക്കുവാണ്. അപ്പം ഇവിടെയാണ് കുറേ തെങ്ങിൻ തോപ്പ്. മെയിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് തെങ്ങിൻ തോപ്പുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ അവിടെ പശുക്കൾ ഇതെല്ലാം അവിടെ നിന്ന് മേയുന്നുണ്ട്.
ഇവർ കൂടുതലും കൃഷിയായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടുകാർ. നമ്മൾ തിരുമല കോവിലിലോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് തിരുമല കോവിലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുമല കോവിൽ പോകുന്ന വഴി തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ അച്ഛൻ കോവിൽ ആ റോഡിലോട്ടൊക്കെ നമുക്ക് പോകാനും പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ തിരുമല കോവിലെത്തിയേക്കാണ്. ഇവിടെ നമ്മൾ മുകളിൽ കാണുകയാണ് തിരുമല കോവിൽ. ഇത് ഇവിടുത്തെ എൻട്രിയാണ്. ബൈക്കിന് ഇവിടെ 20 രൂപ കൊടുക്കണം. അങ്ങനെ നമ്മൾ തിരുമല കോവിലിലേക്കുള്ള എൻട്രിയിൽ കയറാൻ പോവുകയാണ്. ഇവിടെ കാറിനും ബൈക്കിനും നമ്മൾ പ്രത്യേകിച്ച് പൈസ കൊടുക്കണം. അങ്ങനെ നമ്മൾ തിരുമല കോവിലിലെ എൻട്രി വഴി കയറി മുകളിലോട്ട് പോവുകയാണ്. ഇതുവഴിക്ക് പോകാൻ നല്ല രസമാണ് കേട്ടോ. ബൈക്ക് ഓടിച്ച് പോകാൻ വേണ്ടി വളരെ നല്ല രസമാണ്. കണ്ടോ, ആ മേഘങ്ങളൊക്കെ നോക്കിക്കേ, മലയിൽ മുട്ടി നിൽക്കുന്ന പോലൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. നല്ല രസമാണ് ഇതുവഴി കയറി പോകാനായിട്ട്, അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്ക്. ഇപ്പം ഏതാണ്ട് ഒരു 3 മണി ആ ഒരു ടൈമാണ്, 3 മണി 4 മണി ആ ഒരു ടൈമാണ്. ആ ഒരു ടൈമിലും ഈ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെയിൽ കണ്ടെങ്കിൽ ഇവിടെ അധികം ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ നല്ലൊരു എന്താ പറയുക മിസ്റ്റ് വരുന്നുണ്ട്. ആ കോടയാണ് ആ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങി വരുന്നത്. കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ആ കോട ഇറങ്ങി വരുന്നതും കാര്യങ്ങളും എല്ലാം.
അങ്ങനെ നമ്മൾ തിരുമലക്കോവിലെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കയറാം. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. തിരുമലക്കോവിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. എല്ലായിടത്തും ചെറിയ ചെറിയ കാറ്റാടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചെറുതാന്ന് തോന്നും, അവിടെ നിന്ന് വലുതാണ്. എന്താ അല്ലേ, സൂപ്പറായിട്ടുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരുമല കോവിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മുരുകനാണ്. അപ്പോൾ ഇതാണ് തിരുമല കോവിലിൻ്റെ എൻട്രി. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഡാം കാണാം. ഇതാണ് ആ ഡാം. എനിക്ക് തോന്നുന്നത് മേക്കര ഡാമാണെന്നും അറിയില്ല, എനിക്കൊന്നും അതാണെന്ന് തോന്നുന്നു. എന്തല്ലേ ഇവിടുത്തെ ഒരു ഭംഗി, ആ കോട വന്ന് ഇറങ്ങുന്നത് മലമുകളിലോട്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചയെല്ലാം കഴിഞ്ഞ ശേഷം നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അണ്ണന്മാരൊക്കെ കുറേ വണ്ടി ഉണ്ട് ബാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതെല്ലാം ഒതുക്കിയിട്ട് വേണം എൻ്റെ ബൈക്ക് അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. തിരുമല കോവിലിലെ കാഴ്ചകളിൽ ഇതൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ തിരുമല കോവിൽ വിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.